അണ്ണൻ്റെ നാട്ടിൽ നിന്നും കടമെടുത്ത കേരള സ്റ്റൈൽ കൊത്തു പൊറോട്ട എന്ന തട്ടുകട സ്പെഷ്യൽ. വെൽക്കം ടു എ ടു സെഡ്. പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൊടുക്കുക. തണുത്ത് മരവിച്ച് ഫ്രിഡ്ജിലിരുന്ന് 2-3 പൊറോട്ട എടുക്കുക. അവനെ ചൂടാക്കുന്നതിന് പകരം നമ്മളൊരു വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. തട്ടുകടയിലെ കൊത്തു പൊറോട്ട. കൊത്തു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് മരച്ചിരിക്കുന്ന പൊറോട്ടയെ ഒന്ന് കഷ്ണമാക്കി ചതുരത്തിലോ നീളത്തിലോ ഒക്കെ മുറിക്കുക. സവോളയ്ക്കൊക്കെ എന്നാ വിലയായിരുന്നു, അതുകൊണ്ട് 2 തക്കാളി ബടന്മാരെ കാവൽ നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളക് ബടന്മാരുമുണ്ട്, കറിവേപ്പില ബടന്മാരുമുണ്ട്. ഇതിനെല്ലാം നമുക്ക് ആവശ്യമാണ്. മഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് തീ കത്തിക്കുക. ഗ്യാസിനൊക്കെ വില കൂടുതലായതുകൊണ്ട് കുറച്ച് വെക്കുക തീയൊക്കെ. എന്നിട്ട് ചൂടാക്കുക. എണ്ണ വട്ടത്തിലും നീളത്തിലൊക്കെ ഒഴിക്കുക. അവനെ ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ അംഗം കേസ് കെട്ടായ സവോളയെ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് അവനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ എണ്ണയ്ക്കകത്തൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇരിക്കട്ടെ. അതിനുശേഷം ഇച്ചിരി പച്ച കളറിന് പച്ചമുളകും ചുമന്ന കളറിന് തക്കാളി പടനയും ചേർത്ത് അവനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അവനെ ഒന്ന് സെറ്റാക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ പൊറോട്ടയ്ക്കകത്തൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഈ തക്കാളിക്കും സവോളയ്ക്കും ഉള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ചെറുതായിട്ട് ഉപ്പ് ചേർത്ത് വീണ്ടും അവനെ ഒന്ന് ഇളക്കി മൂപ്പിക്കുക. അനുസരണയുള്ള ബടന്മാരെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊത്തു പൊറോട്ടയ്ക്ക് ആവശ്യമായ പൊറോട്ടയെ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അവനെ ഒന്ന് ഇളക്കി മറിക്കണം. ബടന്മാരുടെയൊക്കെ ഇടയ്ക്കൊന്ന് ഇറക്കി വിടുക അവന്മാരെ, നമ്മുടെ പൊറോട്ട കുഞ്ഞനെ. ഇതിനകത്ത് നമ്മൾ മുട്ട ഇടുന്നില്ല. മുട്ട ഇടാനും വെച്ചിരുന്ന കോഴീനെയാണ് നമ്മൾ തട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് മുട്ട ഇടുന്നില്ല. ഇടയ്ക്ക് നമുക്കൊന്ന് പല്ലിനിടയ്ക്ക് കുത്തണ്ടേ, അതുകൊണ്ട് നമ്മൾ കുറച്ച് ചിക്കൻ പീസ് ഇടുന്നുണ്ട്. അടുത്തിരിക്കുന്ന പാത്രത്തിൽ നിന്ന് 2-3 സ്പൂണ് ഗ്രേവിയും അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നു. അതാണ് നമ്മൾ മസാലയൊന്നും ചേർക്കാതെ അതിന് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്നത്. അതിൻ്റെ പുറമെ കുറച്ച് മല്ലിച്ചപ്പും കൂടി കൊടുത്തിട്ട് അടിപൊളിയായിട്ട് ഇളക്കി വിടുക. കുറച്ച് നേരം ഒന്ന് ഗ്രേവി ഒന്നൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളൊന്ന് ഇച്ചിരി നേരം ഒന്ന് മൂടി വെച്ച് കഴിയുമ്പം ഇമാതിരി സെറ്റപ്പിൽ കിട്ടും. അതിന് ശേഷം നമ്മൾ പശുവിൻ നെയ്യ് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണിനകത്ത് കോരി അതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേനും ഒരു നല്ല മണം വരും. അടിപൊളി ജിഞ്ചിഞ്ചാക്കലമായിട്ടൊരു മണം വരും. അവനെയും കൂട്ടി ഇളക്കി മറിച്ച് കഴിയുമ്പോഴത്തേനും സാധനം റെഡിയാണ്. ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അതിനു മുമ്പ് ഒന്ന് നിങ്ങൾ കണ്ടു, സാധനം കൊത്തിയ കൊത്തു പൊറോട്ടയൊന്ന് കണ്ടോളൂ. ഇനി 2 കഷ്ണം നെയ്യും കൂടെ ചേർത്ത് ശരിക്കൊന്ന് അവ ഒന്ന് ഉരുക്കി വരുമ്പോഴത്തേനും സാധനം റെഡിയായി കിട്ടും. അടിപൊളി മണമാമോനെ. ഇപ്പം തന്നെ ചട്ടിയിൽ നിന്ന് എടുത്ത് അടിച്ചാലോ എന്നുണ്ട്. ആക്രാന്തം പാടില്ല. ഇതിന് ശേഷം നമുക്ക് ഡെക്കറേഷനൊക്കെ ബാക്കിയാണ്. ഡെക്കറേഷൻ ടീമിനെ വിളിച്ചിട്ടുണ്ട്. ഡെക്കറേഷൻ്റെ സെറ്റപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി പ്ലേറ്റിലേക്ക് മാറ്റി സവോളയെ കുഞ്ഞ് മോതിരവും വളയൊക്കെ ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അവനെയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിച്ചപ്പ് ഒരു കളറിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ വെച്ച് ഇനി മെല്ലെ നൈസായിട്ട് എടുത്ത് കഴിച്ചോളുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയേണ്ടതാണ്. വീണ്ടും കാണും വരെ നന്ദി, വണക്കം മക്കളെ, കുഞ്ഞുങ്ങളെ, ബൈ ബൈ.